സംസ്ഥാനത്ത് വീണ്ടും പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം അടക്കമുള്ള വിവിധ ജില്ലകളിൽ NIA റെയ്ഡുകൾ നടന്നത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ നിരവധി പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം NIA സംഘം നടത്തുന്നുണ്ട്. അതുമാത്രവുമല്ല, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് NIA സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ അതീവ രഹസ്യമായി ഇന്ന് പുലർച്ചെ മുതൽ കൊച്ചി NIA യൂണിറ്റിലെ സംഘം എറണാകുളത്ത് 8 ഇടങ്ങളിലും അതുപോലെ തന്നെ മലപ്പുറത്തും പാലക്കാടുമടക്കമുള്ള മറ്റു പ്രദേശങ്ങളിലും തൃശ്ശൂരുമടക്കം അതീവ സുരക്ഷിതമായി അതീവ രഹസ്യമായി റെയ്ഡുകൾ നടത്തിയത്. റെയ്ഡുകളിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശ്രീനിവാസൻ വധക്കേസിലെ പ്രധാനപ്പെട്ട നിരവധി പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്. സംശയിക്കുന്ന പ്രതികളുടെ വീടുകളിലടക്കമാണ് ഇന്ന് പുലർച്ചെ മുതൽ NIA സംഘം റെയ്ഡുകൾ നടത്തിയത്. അതുമാത്രവുമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെയും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇപ്പോഴും പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് NIA സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ. അത് കൃത്യമായി മനസ്സിലാക്കിയ NIA സംഘമാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. തലയ്ക്ക് 7 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ച കൊടും ക്രിമിനലുകൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായി ഇപ്പോഴും പിടിയിലാകാനുണ്ട്. ഇവരുടെ വിശദാംശങ്ങൾ തേടിക്കൊണ്ടും ഇവർ പോകാനിടയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പ്രധാനമായും NIA സംഘത്തിൻ്റെ ഇന്നത്തെ പരിശോധന. നമുക്കറിയാം രാജ്യത്ത് ജനാധിപത്യ ഭരണം അട്ടിമറിച്ചുകൊണ്ട് മതഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതേ സംബന്ധിച്ച പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിക്കുന്നത്. അതിനു മുൻപായി തന്നെ NIAയും അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളുമൊക്കെ രാജ്യത്താകമാനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങളിലും അതിൻ്റെ രാഷ്ട്രീയ സംഘടനയായ SDP കേന്ദ്രങ്ങളിലുമൊക്കെ നിരവധി റെയ്ഡുകൾ നടത്തിയിരുന്നു. രാജ്യത്ത് നിരവധി ഇടങ്ങളിൽ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷവും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ NIA പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകർ മറ്റു ചില സംഘടനകളിൽ ചേക്കേറുകയും അവർ സമാനമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരികയും ചെയ്തതായുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായി നടന്നു വന്നത്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ചാവക്കാട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ വ്യാപകമായ രീതിയിൽ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന അന്വേഷണ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ പോലീസ് ഈ വിവരങ്ങൾ ലഭ്യമായിട്ടും യാതൊരു തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുകയോ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുകയോ കേന്ദ്ര ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൂടി മനസ്സിലാക്കിയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇടയ്ക്കിടയ്ക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ റെയ്ഡാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരുവനന്തപുരത്ത് നടന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ മിന്നൽ പരിശോധനയാണ് നടന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും SDP എന്നിവരുടെയും മുൻ ഭാരവാഹികളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ബുധനാഴ്ച പുലർച്ചെ മുതൽ റെയ്ഡുകൾ ആരംഭിച്ചത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നിരോധിത സംഘടനയുടെ പുനരുജ്ജീവന ശ്രമങ്ങൾക്കും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡുകൾ. തൃശ്ശൂർ ചാവക്കാട് SDP നേതാവ് ഹാമിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ NIA സംഘം പരിശോധന നടത്തി.
PFIയുടെ മുൻ ജില്ലാ നേതാവായ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പുലർച്ചെ 4 മണി മുതൽ തന്നെ NIA ഉദ്യോഗസ്ഥർ എത്തുകയുണ്ടായി. കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഫാമിസിൻ്റെ ഡിജിറ്റൽ ഉപകരണങ്ങളും ബാങ്ക് രേഖകളുമടക്കം NIA സംഘം പരിശോധിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. തൃശ്ശൂരിന് പുറമെ എറണാകുളം, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലും സമാനമായ പരിശോധനകൾ NIA സംഘം നടത്തുകയും അവിടെ നിന്നൊക്കെ നിർണായകമായ വിവരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.